കണ്ണൂർ മാങ്ങാട്ടിടം വട്ടിപ്പുറത്ത് ക്വാറിയിലേക്ക് മണ്ണിടിഞ്ഞ് വൻ നാശനഷ്ടമുണ്ടായി. ഒരു വീട് പൂർണ്ണമായും, 2 വീടുകൾ ഭാഗികമായും തകർന്നു. 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്കാണ്. വർഷങ്ങളായി ഖനനം നടക്കാത്ത ക്വാറിയിലേക്ക് 3 ഭാഗത്തു നിന്നും വൻ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ. അർജുൻ, ആ ദൃശ്യങ്ങൾ തന്നെ പേടിപ്പെടുത്തുന്നതായിരുന്നു. എന്താണ് സംഭവിച്ചത്? എത്രത്തോളം ഭീതിതമായിരുന്നു ഈ അപകടം? തലനാരിഴയ്ക്കാണ് ആ വീട്ടുകാർ രക്ഷപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കൂത്തുപറമ്പ് വട്ടിപ്പുറം പ്രദേശത്താണ് ഒരു ക്വാറിയിലേക്ക് മണ്ണും അതുപോലെ തന്നെ മലയും വൻമരങ്ങളും ഇടിഞ്ഞു വീണ് ആ ക്വാറിയിലുണ്ടായിരുന്ന വെള്ളം അപ്പാടെ തന്നെ കുത്തിയൊലിച്ച് ഒരാളെന്നല്ല ഒരു മരത്തിൻ്റെ പൊക്കത്തിലേക്കെങ്കിലും ഇത്തരത്തിൽ വെള്ളം കുതിച്ചെത്തിയിരുന്നു എന്ന കാര്യമാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അത്ഭുതകരമായാണ് 2 കുടുംബങ്ങൾ രക്ഷപ്പെട്ടത്. 2 വീടുകൾ പൂർണ്ണമായും തന്നെ തകരുന്നൊരു സാഹചര്യമുണ്ട്. ഏകദേശം ഒരു ദുരിതബാധിത പ്രദേശം, അപകട സാധ്യതയുള്ള പ്രദേശം എന്ന രീതിയിൽ 10ഓളം കുടുംബങ്ങളെ അവിടെ നിന്നും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ്. ഇതിൽ നിന്നും തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ടിട്ടുള്ള കുടുംബങ്ങൾ തന്നെ ഇതിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം പറയും. വലിയൊരു ശബ്ദം കേട്ടു, എന്തെല്ലോ വന്ന് ടെറസിൻ്റെ മുകളിൽ വീഴുന്നത്. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്ന ഉറക്കമായിരുന്നു. നമ്മളെ മുകളിലേക്കാണ് കോൺക്രീറ്റ് എല്ലാം വന്ന് വീണത്. ആ സമയം നമ്മൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ അപകടത്തിന് സമാനമായ രീതിയിൽ തന്നെ കണ്ണൂർ ജില്ലയിൽ പിണറായി വെണ്ടുട്ടായിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ച് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീടുകളുടെ മേൽക്കൂര അപ്പാടെ തന്നെ പറന്നു പോകുന്നൊരു സാഹചര്യം, ഓടുകളെല്ലാം ഇടിഞ്ഞു വീഴുന്നൊരു സാഹചര്യം, മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീഴുന്ന ഒരു അവസ്ഥ, ഇതെല്ലാം പിണറായിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ ജില്ലയിൽ എല്ലായിടത്തും കുറവാണെങ്കിൽ കൂടി ഇതിന് ശേഷമുണ്ടായിട്ടുള്ള ഈ ഭീകരമായിട്ടുള്ള മണ്ണിടിച്ചിലും അതുപോലെ തന്നെ പിണറായിലുണ്ടായിട്ടുള്ള ഈ ചുഴലിക്കാറ്റും സൃഷ്ടിച്ചിട്ടുള്ള നാശനഷ്ടം വളരെ വലുതാണ്. ശരി അർജുനാണ്, വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മണ്ണിടിച്ചിലിൽ കണ്ണൂരിൽ എന്നാണ് അർജുൻ റിപ്പോർട്ട് ചെയ്യുന്നത്.